ഔഷധക്കഞ്ഞിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് വേണ്ട സാധനങ്ങൾ ഒരു 3/4 ഗ്ലാസ് ഉണങ്ങല്ലരിയും, ഒരു 2 സ്പൂണ് ചെറുപയർ, പിന്നെ ആവശ്യത്തിന് ഉലുവ, പിന്നെ മുതിര, പിന്നെ വീട്ടിൽ വേണ്ട വേറെ എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഇടാം. പയറോ ഉഴുന്നോ അങ്ങനെയൊക്കെ ഉള്ളത് വേണമെങ്കിൽ ഇടാം. അപ്പോൾ ഞാൻ അത്ര സാധനം ഇട്ടിട്ടുള്ളൂ. ഇതെല്ലാം കൂടി നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് കുതിരാൻ വെക്കുക. കാലത്ത് ഈ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ കുക്കറിൽ വേവിക്കുക. ഒരു 3-4 വിസിൽ വന്നോട്ടെ. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് നന്നായി വേവിക്കുക. അത് അടുപ്പത്ത് വെച്ചതിന് ശേഷം നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. ആ അരപ്പിന് വേണ്ട സാധനങ്ങൾ അയമോദകം, ജീരകം, പച്ചമല്ലി, പിന്നെ പെരിഞ്ജീരകം, ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, വേപ്പില, കുരുമുളക്, അങ്ങനെ വേണ്ട. ഇപ്പോൾ വേരുകളൊക്കെ പറിക്കാൻ കിട്ടുമെങ്കിൽ അതൊക്കെ ഇടുക. ഇതെല്ലാം കൂടി നന്നായിട്ട് അരയണം. ഇത് നന്നായിട്ട് അരയണം. അരിഞ്ഞതിന് ശേഷം ഇത് ഇതിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കിയിട്ട് അതിൽ ചേർക്കുക. എന്നിട്ട് ഇത് ഒരു 5 മിനിറ്റ് നേരെ നന്നായിട്ട് വേവിക്കണം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ വേവിക്കുക. വേവിച്ചതിന് ശേഷം ഒരു 2 പിടി നാളികേരം അത് ചിരകിയിട്ട് അതിൻ്റെ പാല് പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് 2 പാത്രത്തിലായിട്ട് മാറ്റി വയ്ക്കുക. 1-ാം പാലും 2-ാം പാലും. അങ്ങനെ ഇതൊക്കെ ഒന്ന് വെന്തതിന് ശേഷം ആ 2-ാം പാലും ഒഴിച്ചു കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ചൂടുവെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഇത് അതിൽ ഒഴിച്ചു കൊടുക്കുക. അതിൽ പിന്നീട് വെള്ളമൊന്നും ഒഴിക്കാൻ പറ്റില്ല ഇറക്കി വെച്ചതിന് ശേഷം. അപ്പോൾ ആ സമയത്ത് ചൂടുവെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് കട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ആ സമയത്ത് പശു നെയ്യ് ഉണ്ടെങ്കിൽ ഒരു സ്പൂണൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അത് നല്ലതാണ്. അങ്ങനെ പിന്നെ പാലൊക്കെ ഒഴിക്കുക. അതൊന്ന് വെന്തതിന് ശേഷം ആദ്യം 2-ാം പാൽ ഒഴിക്കുക. പിന്നെ അതൊന്ന് തിളച്ചതിന് ശേഷം 1-ാം പാൽ ഒഴിച്ചു കൊടുക്കുക. 1-ാം പാൽ ഒഴിച്ചു കൊടുത്താൽ പിന്നെ അധികം തിളയ്ക്കൊന്നും വേണ്ട. നേരെ ഇറക്കി വയ്ക്കുക. ഒരു പാത്രത്തേക്ക് മാറ്റുക. കുറച്ച് നേരം കഴിഞ്ഞിട്ട് കഴിക്കുക. അത് അപ്പോൾ ഒന്നും കൂടി തിക്കായിട്ടുണ്ടാവും. പിന്നെ ഇത് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അടി പിടിക്കും. പിന്നെ ഇത് പീടികയിൽ നിന്ന് മേടിക്കണ പോലെയല്ല വീട്ടിലുണ്ടാക്കുന്നത്. നല്ലൊരു ഔഷധം.